ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ 2026 ഫസ്റ്റ് മൂവി കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്ന വഴിക്ക് ലീലാമ്മനെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ആര്യനൽ കോളേജിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ പോകുന്നത് ഇമാക്സിലോട്ടാണ്. സർവമായ എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമാണ്. നിവിൻ പോളിയും അജു വർഗീസും ഒക്കെ ആയിട്ടുള്ള അതേ സർവമായ അടിപൊളി ഫിലിമാണ്. പോകുന്ന വഴിക്ക് തന്നെ നമ്മളൊരു പോപ്കോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻ്റർവെല്ലായപ്പോൾ അച്ഛനൊക്കെ രണ്ട് ഐസ്ക്രീം കൊണ്ട് തന്ന്. പിന്നെ ലീലാമ്മക്ക് കോഫി ഉണ്ട് കേട്ടോ, കോഫിയും പപ്സും. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ. ഫിലിമൊക്കെ കണ്ട് പുറത്തിറങ്ങി. നല്ല അടിപൊളി ഫീൽ ഗുഡ് മൂവി ഗൈസ്. ഫാമിലിയായിട്ടൊക്കെ പോയി കാണാൻ അടിപൊളിയാണ്. എന്താ പറയുക, ജോക്ക് എന്താ പറയുക, എൻ്റർടൈൻമെൻറ്റ് ചിരിക്കാനും ഉണ്ട്, എല്ലാം ഉണ്ട്. അടിപൊളിയായിട്ടുള്ളൊരു ഫിലിമാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ബീച്ചിലേക്കാട്ടോ പോയത്, കോഴിക്കോട് ബീച്ചിലേക്കാട്ടോ പോയത്. ബീച്ചിൻ്റെ ഒരു സൈഡിൽ കളിക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞു കുട്ടികൾക്ക് കളിക്കാൻ കുറേ സാധനങ്ങൾ, പിന്നെ വലിയവർക്കാണെങ്കിൽ മറ്റേത് യന്ത്രൂഞ്ഞാൽ പോലത്തെ ഇങ്ങനെയുള്ളൊരു സാധനം തൊട്ടിലുള്ള ഇങ്ങനെ ആടുന്നത്. അപ്പോൾ അതിലൊന്നും കയറിയില്ല. അതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ വേഗം ലൈറ്റ് പോകുന്നതിൻ്റെ മുന്നേ, വെളിച്ചം പോകുന്നതിൻ്റെ മുന്നേ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് വെള്ളത്തിൽ ഇറങ്ങി കളിക്കാൻ നിന്ന് വെള്ളത്തിൽ കളിച്ച്. പിന്നെ അമ്മ ഗ്രാമീണമായിട്ട് കുറേ കളിച്ച്, പിന്നെ ഞങ്ങൾ കുറച്ച് സെൽഫിയും വീഡിയോസൊക്കെ എടുത്ത്. പിന്നെ വെള്ളത്തിൽ കളിച്ചാൽ പോരാൻ കുറച്ച് പണിയാണല്ലോ. ചെറിയ കുട്ടികളാണെങ്കിലും വലിയ കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും ഒക്കെ കിടക്കാം. വെള്ളം കണ്ടാൽ പിന്നെ എല്ലാവരും എഴുതില്ലേ, പ്രത്യേകിച്ച് ബീച്ചിൽ വരുമ്പോൾ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാമീനെ വെള്ളത്തിലിറക്കില്ല, പൂഴിയിലാട്ടോ ഇറക്കിയത് രാമീനെ. അവൾ ഫസ്റ്റ് ടൈമാണ് പൂഴി കൂടെ നടക്കുന്നതൊക്കെ. അപ്പോൾ ഫസ്റ്റ് ടൈം രാമി ബീച്ചിലെ മണ്ണിലിറങ്ങി ഗൈസ്. അങ്ങനെ അവളൊരു കാർ കയറ്റിയിട്ടോ, അങ്ങനെ കറങ്ങുന്ന ഒരു കാറിലെ ചുറ്റിലും. അതിൽ കയറാനൊന്നും ആയിട്ടില്ല. ഞങ്ങൾ ജസ്റ്റ് കുറച്ചൊന്ന് ഇരുത്തി നോക്കിയതാ. അതൊരു വീഡിയോ എടുത്ത് അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഒരു ഊഞ്ഞാലയിൽ കയറിയിട്ട് ആദ്യം ലീനാമ്മ വേഗം ബാക്കിലായിട്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു ബാക്കിലാകുമ്പോൾ കുറച്ച് നല്ല ഉയരത്തേക്ക് പോകും, അത് നമുക്ക് ചിലപ്പോൾ ബാലൻസ് റെഡിയാവുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ നേരെ ഞങ്ങൾ എടുത്ത് വന്നിരുന്നല്ലോ. നടുക്കിലിരിക്കുമ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിൾ അല്ലേ, നടുക്കിരുന്നത്. അത് കഴിഞ്ഞ് നേരെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കിളി പോയായിരുന്നു കേട്ടോ. ഐ മീൻ തലചുറ്റലും എന്താ പറയുക, ഛർദ്ദിക്കാൻ വരുമ്പോൾ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി എന്തായാലും വരുമല്ലോ, കുറച്ച് മേലേക്ക് പോയി താകുന്നതല്ലേ. അത് കഴിഞ്ഞേരം പിന്നെ അച്ഛൻ സെക്കൻഡ് ട്രിപ്പിലായിട്ട് കയറി. ആദ്യം ഞങ്ങൾ മൂന്നാളും കയറി, പിന്നെ അവളത് കാരണം പിന്നെ അച്ഛൻ സെക്കൻഡായിട്ട് കയറിയായി. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ കേട്ടോ. ഉപ്പിലിട്ട് ഐശ്വര്യതയും ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കഴിച്ച് നല്ല മാങ്ങിയിട്ടൊക്കെ കഴിച്ചാൽ നല്ല പുള്ളിയിലെ ഇപ്പോൾ പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്ന ഗൈസ്. പിന്നെ അവിടെ നിന്ന് ടാറ്റ പൈപ്പൈ വരുന്ന പോകുമ്പോഴാട്ടെ ഈ രണ്ട് ഹിന്ദി കുട്ടികളെ കണ്ടേ ലൈറ്റ് എത്തുന്ന ബലൂണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ വാങ്ങിയില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് കുറച്ച് വീഡിയോ ഫോട്ടോസ് എടുത്തത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ നേരെ പോയത് കാർപ്പറമ്പുള്ള തട്ടുകടയിലേക്കാട്ടോ തട്ടുദോശ കഴിക്കാൻ. ലീലമ്മ വന്നില്ല, ലീലമ്മക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാണ് ലീലമ്മ കഴിച്ചില്ല. ഞങ്ങൾ മൂന്നാളും തട്ടുദോശ കഴിച്ചിട്ടോ. പിന്നെ നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ എത്തിയപ്പോൾ തിരുവാതിര ആയത് കാരണം തലേന്ന് തിരുവാതിര കളിക്കാൻ ഇങ്ങനെ വീട്ടിലേക്കൊക്കെ വരും. സോ എൻ്റെ ക്രിസ്മസ് വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് ഞാൻ അപ്പോഴത്തെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു ഗൈസ്, ചേർന്നൂരിലേക്ക്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. അപ്പം ഇനി പുതിയ വീഡിയോ കാണുന്നതായിരിക്കും.